സിനിമാ തിയേറ്ററിൽ പോകാൻ പറ്റുന്നുണ്ടോ? സിനിമാ തിയേറ്ററിൽ ഞാൻ കേസ് കൊടുത്ത റാമ്പ് ചെയ്യിച്ച കുറച്ച് തിയേറ്ററിലുണ്ട്, അവിടെ നമുക്ക് പോകാനായിട്ട് പറ്റും. പക്ഷേ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ആയിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഓൾറെഡി കൺസ്ട്രക്ഷൻ കഴിഞ്ഞു പോയ സ്ഥലങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു PVR പോലെയുള്ള വലിയ മൾട്ടിപ്ലക്സുകളിൽ എനിക്ക് തോന്നുന്നു ബാക്കിലൂടെ വന്നിട്ട് വീൽ ചെയർ വെച്ചിട്ട് നിങ്ങൾക്ക് സാധാരണ സീറ്റിൽ തന്നെ കയറിയിരിക്കാവുന്ന സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, അത് വലിയ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ആളുകളുടെ അകത്ത് വരുന്ന തിയേറ്ററിലൊക്കെ നമുക്ക് പിന്നെയും ഈസിയാണ്. മറ്റ് തിയേറ്ററിൽ ആയി വരുന്നുണ്ട്. ശരിക്കും ഇതൊരു റൂളാക്കി മാറ്റണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ റൂൾ ഉണ്ട് ചേട്ടാ. അതായത് ഇപ്പൊ ഇത്ര നിലയ്ക്ക് മുകളിലുള്ള ബിൽഡിങ്ങുകളിൽ ലിഫ്റ്റ് നിർബന്ധമാണെന്ന് പറയുന്ന പോലെ തന്നെ റൂളുണ്ട്. അതായത് 3 നില വരെയുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലിഫ്റ്റ് നിർബന്ധമാണെന്നാണ് റൂള്. അതൊന്നും ഇപ്പം കൃത്യമായിട്ട് എന്തിന് റൂള് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പം ഈ 2016 നിയമം വന്നതിന് ശേഷം വന്ന കെട്ടിടങ്ങളിൽ പോലും ഈ റാമ്പ് എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത അവസ്ഥയല്ലേ. ഇന്നും ഈ വർഷം നിർമ്മിച്ച റെസ്റ്റോറൻറ്റുകളിൽ പോലും റാമ്പ് ഇല്ലാണ്ട് ഞാൻ കേസ് കൊടുത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന ഒഴികെ റെസ്റ്റോറൻറ്റുകളൊക്കെ പുതിയത് വരുന്നതൊക്കെ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണമെന്ന് റൂളുണ്ടോ? തീർച്ചയായിട്ടും. ഈ റൂളില്ലാതെ ഇത് കാണാതെ ഇത് എങ്ങനെയാണ് ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഞാൻ ഈ ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ഒരു അനുഭവം, തിരുവനന്തപുരത്ത് പോകുന്ന വഴി, ഞാൻ എൻ്റെ പേര് പറയുന്നില്ല, ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഇടാനും പിന്നെ ഞങ്ങൾക്ക് വീൽ ചെയർ തിരിക്കാനൊക്കെ സ്പേസ് വേണമല്ലോ. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങളൊരു ഏതൊരു ഹോട്ടലിലാണ് ഞാൻ കയറുന്നത്. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഈ അടുത്ത് കാണുമ്പോൾ തന്നെ അറിയും, ഈ അടുത്ത് ഇനാഗുറേഷൻ കഴിഞ്ഞ ഹോട്ടലാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് അപ്രൂവൽ കിട്ടാനായിട്ട് അല്ലെങ്കിൽ പണിയുന്ന സമയത്ത് ഉദ്യോഗസ്ഥരാരെങ്കിലും പറഞ്ഞിരുന്നു? അപ്പോൾ ഇല്ലയെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ പെർമിഷൻ കിട്ടുന്നു? കൈക്കൂലി കൊടുത്താൽ പോരെ ആയിരിക്കാം. ഒരു 5-10 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കാണുകയും ചെയ്തു, അപ്രൂവലും കിട്ടും. ഞാനിവിടെ ഒരു പുതിയൊരു പദ്ധതി, ഞാനൊരു വീട്, എന്താ പറയുക, ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് എറണാകുളത്ത്. ഞാൻ അതിനകത്ത് 2 കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നൊരു വീൽ ചെയർ ആക്സസിബിലിറ്റി, കാരണം ആ വീട് കുറച്ച് പൊക്കത്തിലായിരിക്കുന്നത്. ഒരു വണ്ടിയിൽ വരുന്ന ഒരാൾക്ക് റാമ്പിലൂടെ വീടിനകത്തേക്ക് വീൽ ചെയർ കയറ്റിക്കൊണ്ട് പോകുന്ന സൗകര്യം, അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിലടക്കം പോകാൻ പറ്റുന്ന രീതിയിലുള്ള വീൽ ചെയർ കൊണ്ടാൻ പറ്റുന്ന സൗകര്യം. പിന്നെ കുട്ടികൾക്ക് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം, വീൽ ചെയർ പോലെ തന്നെ വീണ്ടും ഈ പറഞ്ഞ പോലെ കിഡ്സ് ഫ്രണ്ട്ലി സംഭവം. കൊച്ചുകുട്ടികളായിട്ട് പോകുന്ന ആളുകൾക്ക് നേരിടുന്നൊരു സംഭവമാണ്. അതായത് കൊച്ചുകുട്ടികൾക്ക് എത്ര സ്ഥലങ്ങളിൽ കൊച്ചുകുട്ടികൾക്ക് ഹൈറ്റിൽ വാഷ് ബേസിനുണ്ട്, എത്ര സ്ഥലങ്ങളിൽ കൊച്ചുകുട്ടികൾക്ക് മൂത്രം ഒഴിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഹൈറ്റ് കുറച്ച് വെച്ചിട്ടുള്ള ക്യൂബിക്കിൾസ് ഉണ്ട്. അതുപോലും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യം ജപ്പാനാണ്. കാണുന്നതെന്ന് പറയുന്നത് നമ്മളവിടെ കാണുന്നതാണ്. ട്രെയിനിലൊക്കെ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളീ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ ഈ മെട്രോ ട്രെയിനിൽ കയറുന്ന പോലെയാണ് അവിടുത്തെ ഓരോ ട്രെയിനിലും ആളുകൾ കയറും. അത്ര ആളുകൾ വീൽ ചെയറിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് അവിടെ. വീൽ ചെയറിൽ ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, വാർദ്ധക്യത്തിലുള്ള ആളുകൾ, അവർ മറ്റേ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വീൽ ചെയർ ഉണ്ടല്ലോ, അവർക്ക് തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടാവുന്നത്, അങ്ങനത്തെ വീൽ ചെയർ ഉപയോഗിച്ച് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഈ ട്രെയിൻ ഇറങ്ങി ഈസി ആയിട്ട് ഫുട്പാത്തിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനും പറ്റും. ഇവിടെ അത്ര ഫുട്പാത്തിലൂടെ നിങ്ങൾക്ക് വീൽ ചെയർ കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് വിഷയം. ഇനി ചേട്ടൻ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയട്ടെ. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമ്മൾ ചെയ്തു നോക്ക്, അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്ര വലുതായിരിക്കും എന്നറിയാമോ? അതായത് ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ഇത്, ഇപ്പം എനിക്കൊരു സ്ഥലത്ത് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക, എനിക്ക് എല്ലാ ദിവസവും ഈ കൂട്ടുകാരന്മാരെയും വിളിച്ച് അവരുടെ സഹായത്തോടെ ജോലിക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അതേസമയം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകാനായിട്ട് പറ്റും. ഇനി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പലപ്പോഴും ഈ ഒരു അസുഖം കാരണം സ്വന്തമായിട്ട് അറിയാലോ, പാരൻസ് തന്നെയായിരിക്കും സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ. നമ്മുടെ സ്കൂൾ ബസ്സുകളൊന്നും വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ അതിനകത്തും കുറേ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ. സ്കൂളിലേക്ക് പോകാനായിട്ടും ഈ പറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ടൂറിസം സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് എത്താനായിട്ട് എത്ര പേരാണ് ഈ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ വീൽ ചെയറിലായതിൻ്റെ പേരിൽ സ്വന്തം വീടുകളിൽ തന്നെ കഴിഞ്ഞു കൂടേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ വന്നപ്പോൾ കിട്ടിയ ഒരു ചെറിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലാകാൻ പറ്റി ഇത്തരത്തിൽ വീടുകളിലിരിക്കുമ്പോഴുള്ള മാനസിക ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇപ്പം ഞാൻ ഈ യാത്രകൾ ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും നമ്മുടെ ചില നാട്ടുകാരിൽ ചിലർ കണ്ണുകടി ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർ പറയും അവൻ പിന്നെ യാത്ര ചെയ്യുന്നല്ലേ. അവരുടെയൊക്കെ വിചാരം എന്താ ഞാൻ എപ്പോഴും ആലോചിക്കാറ്. ഞാൻ ഈ യാത്രകളാണ് ഈ മനുഷ്യന്മാരെ കാണുന്നത്. ഞാൻ എത്ര ദിവസത്തെ വന്നു, ഇന്നിപ്പോൾ ചേട്ടനെ കാണാൻ വന്നപ്പോൾ എത്ര ദിവസത്തെ വന്നാൽ ഞാൻ ഒന്ന് വീടിന് പുറത്തിറങ്ങുന്നത്. ക്രിസ്മസിന് പോലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ അവസ്ഥയൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, അറിയുന്നുണ്ടോ? എന്നാൽ ഞങ്ങൾക്ക് ഇതൊരു പരിധി വിട്ട് ആരോടെങ്കിലും പറയാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യവുമില്ല.
ചേട്ടനാണെങ്കിൽ പോലും കേട്ടിരിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതായത് നിനക്ക് വയ്യെങ്കിൽ വയ്യാത്ത ആളായിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതാണ് ഈ നമ്മുടെ ഈ ഭരണഘടന പറഞ്ഞിരിക്കുന്ന കുറേ നിയമത്തിന് പുറമെ അലിഖിതമായിട്ടുള്ള കുറേ നിയമങ്ങൾ നമ്മുടെ നാട്ടുകാരും അവരൊക്കെ ചേർന്നുണ്ടാക്കിയിട്ടുണ്ട്. അത് പാലിച്ച് വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടനേക്കാളും വലിയൊരു തുക എനിക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിൽ സംഭാവന വാങ്ങി ഉണ്ടാക്കാൻ പറ്റും, വീട്ടിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ എനിക്കറിയാം എന്നെ ഈ അസുഖം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഉള്ള സമയം ഞാനിങ്ങനെ ചെയ്തേ പറ്റൂ.